ഈ രുദ്രാക്ഷത്തിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടതിന് ശേഷം എൻ്റെ ലൈഫിൽ കുറേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് ഇപ്പോൾ നമ്മളൊരു യാത്ര പോവുകയാണ്. പഴനി വരെ ഒരു യാത്ര പോകുന്നുണ്ട്. അത് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, ഒട്ടും ചിലപ്പോൾ നടക്കില്ല എന്ന് വിചാരിച്ചിട്ടൊരു കാര്യം തന്നെയായിരുന്നു. അതുപോലെ തന്നെ പ്ലാൻ ചെയ്തതല്ല, എല്ലാം ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചതാട്ടോ. അപ്പോൾ നമ്മൾ പഴനി വരെ ഇത് പോവുകയാണ്. പഴനി വരെ പോകുന്ന സ്ഥിതിക്ക് ഇതാ ഈ 6 മുഖ രുദ്രാക്ഷം നമുക്കൊന്ന് അവിടെ പൂജിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ രുദ്രാക്ഷത്തിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞ രുദ്രാക്ഷം ഇങ്ങനെ പൂജിക്കാൻ പറ്റും. ആൾ പറഞ്ഞു ഓക്കെ. അപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ പോകുന്നു, രുദ്രാക്ഷം നമ്മുടെ കയ്യിലുണ്ട്, അപ്പോൾ നമുക്ക് അവിടെ പൂജിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മളിന്ന് പഴനി വരെ പോയി ഈ രുദ്രാക്ഷം പൂജിച്ചെടുക്കണം. പറ്റുമെന്ന് എനിക്കറിയില്ല, ആ ചേട്ടൻ പറഞ്ഞു തന്നത് മാത്രമേ എനിക്കറിയുള്ളൂ, ഞാനിതുവരെ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് പഴനി വരെ പോയിട്ട് വരാം. ഇനി പാക്ക് ചെയ്ത് തുടങ്ങണം. നമ്മൾ ഡ്രസ്സൊന്നും എടുത്ത് വെച്ചിട്ടില്ല, അതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം. ഇപ്പം തന്നെ ഒരു 10 മണിക്ക് ആകുമ്പോഴത്തേക്ക് ഇറങ്ങും. ഇപ്പോൾ സമയം എത്ര കഴിഞ്ഞു? 8:30 10 മണി 10:30 ആകുമ്പോൾ ഇറങ്ങണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാം. ഡ്രസ്സൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി സാധനങ്ങൾ എടുത്ത് വെക്കണം. മെയിനായിട്ട് രുദ്രാക്ഷം എടുത്ത് വെക്കണം. 3 രുദ്രാക്ഷമാണ് എനിക്കും ചിന്നുവിനും അമ്മച്ചിക്കും വേണ്ടിയുള്ള കേട്ടോ. സേഫായിട്ട് നമ്മൾ വെക്കുന്നു. വേറെ എന്ത് സാധനം ഇതിന് വെക്കാനുള്ള? 100 രൂപയില്ലേ? അതെനിക്ക് തന്നില്ല. അവിടെ കൊടുത്ത് അവിടെ ചെലവ് കാശ് 100 രൂപ. അങ്ങനെ നമ്മൾ പോവാൻ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ചിന്നു ഒന്നുകൂടെ വരെ വരുമോ? ഇൻവെർട്ടറാണ് കുട്ടി, അതുകൊണ്ട് മുന്നിലൊന്നും വീടില്ല. അങ്ങനെ നമ്മൾ പോകാൻ റെഡി ആയിരിക്കും. ചേച്ചിയുടെ വീട് അപ്പുറയാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ട് അപ്പുറത്തേക്ക് പോകണം. അവിടെ നിന്നാണ് പോകുന്നത്. അപ്പം നമുക്ക് പോവാം. അതെ, അച്ഛാ ഇത് ഞങ്ങൾ പോയോ? എവിടെ ഉണ്ട്? പോയിട്ട് ബായ്. ആ അമ്മ അമ്മ പോയിട്ടില്ല. ടാറ്റാ വല്യമ്മച്ചി, ബായ്. പോയിട്ട് വരാം. അതെ ബൈ. നമ്മളിനി അപ്പുറത്തേക്ക് പോവുകയാണ് ഗീസ്. അപ്പുറമാണ് ചേച്ചിയുടെ വീട്, അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. ബാഗൊക്കെ ആയിട്ട് ഞാനും ചിന്നൂടുന്ന് ഇറങ്ങി. ഇതാണ് ചേച്ചിയുടെ വീട്. ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന്. അപ്പുറത്ത് ഇപ്പോൾ 2 സ്റ്റെപ്പ് വയ്ക്കാവുന്ന ദൂരമുള്ളൂ. യെസ്, നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും റെഡി ആയിരിക്കുന്നു. ആരൊക്കെ? അച്ഛൻ റെഡി ആയിരിക്കുന്നു, അമ്മ റെഡി ആവുന്നു. വ്ളോഗാണ്. ഹൈ അടിച്ചോളൂ. എല്ലാരും പോവാൻ റെഡി ആവുന്നുള്ളൂ ഗൈസ്. കുഞ്ഞി റെഡി ആയിരിക്കലാണോ? ഇട്ടാ മതി. അപ്പൊ നമുക്ക് അടുത്ത ആക്കാരെ പോയി കിട്ടും. ഞാൻ അവിടെ നിന്ന് പുട്ട് കഴിച്ചിട്ടാ വന്നേ. ഞാൻ രാവിലെ ഇരുന്നപ്പോ എനിക്ക് ഛർദ്ദിക്കാൻ വന്നപ്പോ ഞാൻ പോയി പുട്ടെടുത്ത് കഴിച്ചു. ചേച്ചി, ദിസ് ഈസ് മൈ ചേച്ചി. ഒരു ഹായ്. ആക്കാൻ പറ്റില്ല, ഞങ്ങൾ ഫ്രണ്ട് ക്യാമിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് മാത്രമേ എനിക്ക് പറ്റുള്ളൂ. പഴനിക്ക് പോണതിന് മുന്നേ ആയിട്ട് പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാട്ടോ ഗൈസ് ആക്കേണ്ടത്. എടുക്കില്ല, പേടിക്കണ്ട. ഇവിടുന്ന് സ്റ്റെപ്പ് കയറി പോകണം. വീട്ടിൽ ഇങ്ങടേക്ക് നമുക്ക് വണ്ടിയൊന്നും വരില്ല. അപ്പൊ നമ്മളിവിടെ നടന്ന് മുകളിൽ കൊണ്ടുപോയി സാധനം വെക്കണം. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും ഓരോരുത്തരായിട്ട് ബാഗ് എടുത്തിട്ടുണ്ട്. ഞാൻ 2 ബാഗ് എടുത്തിട്ടുണ്ട്. ഈ പോണതൊക്കെ തിരിച്ച് മുട്ടയിട്ടായിരിക്കും വരുന്നത് അല്ലേ? ഒരു മുട്ടയും കൊണ്ട് 2 മുട്ടയാണ് ഞങ്ങൾക്കുള്ളത്. ഇത് വേറൊരു മുട്ട. എന്റെ മോളെ സ്റ്റെപ്പ് കയറി വേണം നമുക്ക് മുകളിലൊക്കെ. ഞങ്ങൾക്ക് വേറെ വഴിയില്ല. വീട്ടിൽ നിന്ന് കുറച്ച് നടന്നിട്ടാണ് നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിയത്. അവിടെയായിരുന്നു വണ്ടി കിടന്നത് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട്. ഒരുപാട് പ്ലാൻ ചെയ്ത് കുറേ റിസർച്ച് ഒക്കെ നടത്തി നമ്മളൊരു ട്രിപ്പ് പോകാനായിട്ട് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ പലപ്പോഴായിട്ട് അത് നടക്കാറില്ലല്ലോ. പക്ഷേ ഇത് ഞാൻ ഒട്ടും വിചാരിക്കാതെ, ഒന്നും പ്ലാൻ ചെയ്യാതെ പെട്ടെന്നൊരു ദിവസം എൻ്റെ മുന്നിലേക്ക് വന്നൊരു അവസരമായിരുന്നു കേട്ടോ ഈ യാത്ര. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ യാത്ര പോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. അതിൻ്റെ അഹങ്കാരമൊന്നും എനിക്കില്ല കേട്ടോ. ഞാനിപ്പോൾ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ കത്തി അടിച്ചിരുന്നത് ഈ സ്ഥലത്തിന്റെ ഭംഗിയെ പറ്റി പറയാൻ ഞാൻ മറന്നുപോയി. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമാട്ടോ പാലക്കാട്. അങ്ങനെ പാലക്കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളിതാ തമിഴ്നാട്ടിലേക്ക് കയറിയിട്ടോ. കേരളം വിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു വട്ടുണ്ട്. KL രജിസ്ട്രേഷനുള്ള വണ്ടി തപ്പി നടക്കും. അത് കാണുമ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെ തോന്നും കേട്ടോ. എൻ്റെ ഇതേ വട്ടം ആർക്കെങ്കിലും ഒക്കെ ഉണ്ടോ? ഒരു വൈകിട്ട് 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പഴനിയിൽ എത്തിയായിരുന്നു കേട്ടോ. ആദ്യം തന്നെ കുളിച്ചൊക്കെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി റൂം എടുക്കണം. അപ്പോൾ ചേട്ടൻ അത് അന്വേഷിക്കാനായിട്ട് പോയി. അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി നിന്നു. അവിടെ കാണുന്ന ആട്ടോ പഴനി. ഈ
ഒരു സ്ഥലവും ഈ ഒരു വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മൾ കുറേ നേരം പുറത്തിറങ്ങി നിന്നു. നല്ലൊരു മഴക്കാറൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവർ രണ്ടുപേരും ആട്ടോ മുട്ടയടിക്കാൻ പോകുന്ന മുട്ടക്കുട്ടികൾ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ചായയൊക്കെ കുടിക്കാമെന്നും പറഞ്ഞ് ഒരു ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് പേര് വരുന്ന കണ്ടു കേട്ടോ. എന്തോ നേർച്ചയാണെന്ന് തോന്നുന്നു. എന്താണെന്ന് സംഭവം കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നമ്മുടെ ഇവിടെ അമ്പലത്തിൽ ഉത്സവങ്ങളിലൊക്കെ ഇങ്ങനെ ഘോഷയാത്ര പോകുന്ന പോലെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നേ. അവർ പോകുന്നവരെ അവരെ നോക്കി നിന്നു. പിന്നെ എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ ഇതുങ്ങളെ നോക്കി നിന്നു കേട്ടോ. ഇതുങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ടൈം പോകുന്ന അറിയില്ല. അങ്ങനെ ചേട്ടൻ പറഞ്ഞു റൂമൊക്കെ റെഡിയായി എന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ നമ്മൾ പോയി. നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരൊറ്റ റൂമാട്ടോ കിട്ടിയിരുന്നുള്ളൂ. പിന്നെ കിട്ടിയത് സ്വർഗ്ഗം എന്നുള്ള മട്ടാണ് നമുക്ക് എല്ലാവർക്കും. നമുക്ക് എങ്ങനെയും ഒന്ന് എവിടെയെങ്കിലും ഒന്ന് പോയി ഇരുന്നാൽ മതി എന്നുള്ളൊരവസ്ഥയായിരുന്നു. അത്രയും ക്ഷീണിച്ചായിരുന്നു കേട്ടോ എല്ലാവരും. അങ്ങനെ ഞാൻ എൻ്റെ ഫോണൊന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി പ്ലഗിൻ്റെ അടുത്ത് തന്നെ പോയി സ്ഥാനം ഉറപ്പിച്ചിരുന്നു കേട്ടോ. തുടർന്നുള്ള വീഡിയോ ചിത്രീകരണത്തിന് ഇത് ആവശ്യമായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിലയുറപ്പിച്ചു. രാത്രി ആയപ്പോൾ പുറത്ത് പോകാമെന്നും പറഞ്ഞ് എല്ലാവരും ഇറങ്ങിയിട്ടോ. നമ്മൾ വെളുപ്പിനെ ആട്ടോ പഴനി മല കയറാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും രാത്രി നമുക്ക് ആ റോട്ടിൽ കൂടെ ഒക്കെ ഒന്ന് നടന്നിട്ട് വരാമെന്നും പറഞ്ഞിറങ്ങി. എൻ്റെയും ചിന്നുവിൻ്റെ നിഴലാട്ടോ ഇത്. രാത്രിത്തെ ഈ പഴനി വ്യൂ അടിപൊളിയാണ്. ആ സ്ഥലവും ആ വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുവഴി ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ഈ കട ഞാൻ കണ്ടത് കേട്ടോ. പണ്ടൊക്കെ ഇതുപോലത്തെ കടയിൽ ഇങ്ങനെ വായും പൊളിച്ച് നോക്കിക്കുമ്പോൾ എല്ലാം വാരിയെടുത്ത് ഓടിയാലോ എന്ന് തോന്നുമായിരുന്നേ. പക്ഷെ ഇപ്പം അതിനോടുള്ള ആ ഒരു ക്രേസ് എനിക്കിപ്പോൾ ഇല്ല. ചുമ്മാ ഇങ്ങനെ കണ്ടു നിൽക്കാം, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറി വെറുതെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. പണ്ടൊക്കെ ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്കിങ്ങനെ എല്ലാം വാങ്ങിയാൽ കൊള്ളാൻ തോന്നും. പക്ഷെ ഇപ്പോൾ ഒന്നും അങ്ങനെ തോന്നുന്നില്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിറയെ കുപ്പിവളയും കുറേ കമ്മലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുക കേട്ടോ ആ കട. പക്ഷേ ഇതിങ്ങനെ കാണാനുള്ള ആ ഒരു ഇത് മാത്രമേ ഇപ്പോൾ എനിക്കുള്ളൂ. ഒന്നും വാങ്ങാൻ തോന്നുന്നില്ല. അത് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറയുകയും ചെയ്തു. അങ്ങനെ ഇതിങ്ങനെ നോക്കി കണ്ണിങ്ങനെ നിറച്ച് ഞാൻ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ചേച്ചി എനിക്ക് ഈ മോതിരം കാണിച്ചു തന്നെ കേട്ടോ. ഇതെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി. നല്ല രസമുണ്ടായിരുന്നു. എനിക്കിങ്ങനത്തെ വെറൈറ്റി മോതിരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനും ചേച്ചി അതുപോലത്തെ ഒരെണ്ണം എടുത്തു. ഞാൻ ഒരെണ്ണം മാത്രമല്ല എടുത്തേ, ഞാൻ വേറെയും 2-3 എണ്ണമൊക്കെ എടുത്തു കേട്ടോ. അതുപോലത്തെ കല്ല് പതിപ്പിച്ച ഒരെണ്ണം എടുത്തു. പിന്നെ ഒരു ആമയുടെ ഒരു മോതിരം എടുത്തു. പിന്നെ പാമ്പിൻ്റെ മോതിരം എടുത്തു. പിന്നെ അമ്മയുടെ അമ്മയ്ക്ക് വേണ്ടി ഞാനൊരു ചെമ്പ് പോലത്തെ ഒരു മോതിരം, അമ്മ അങ്ങനത്തെ മോതിരം ഇടും, അപ്പോൾ ആൾക്ക് വേണ്ടി അത് ഒരെണ്ണവും കൂടി ഞാൻ എടുത്തു. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി തിരിച്ചിറങ്ങി. ഇനി നമുക്ക് തിരിച്ച് നടക്കാനായിട്ട് പോയപ്പോഴാണ് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ കണ്ട ഒരു സർബത്ത് കടയിൽ കയറിയിട്ടോ. സർബത്ത് കടയിൽ നമ്മൾ ഉദ്ദേശിച്ച സർബത്തായിരുന്നില്ല കിട്ടിയത്. അതിൻ്റെ ഉള്ളിൽ അവരൊരു സാധനം ഇട്ട് തന്നു. അതെന്ത് സാധനമാണെന്ന് പറഞ്ഞില്ല. എന്തോ കടലിൽ വെച്ച് എന്തോ കടലിൽ നിന്ന് ഇടുന്ന എന്തോ സാധനമെന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ ചുറ്റിക്കറങ്ങി തിരിച്ച് വീണ്ടും റൂമിലേക്ക് എത്തി. പിന്നെ പിള്ളേർ കുറേ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവരതൊക്കെ നിരത്തി പൊട്ടിച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. വാങ്ങിയ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട് അതിങ്ങനെ നോക്കിയില്ലെങ്കിൽ നമുക്കൊരു സ്വസ്ഥതക്കേടാണല്ലോ. അങ്ങനെ അവരതെല്ലാം എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്താ ഈ ഇരിക്കുന്ന സാധനം ഞാനും എടുത്ത് നോക്കിയിട്ടോ. എനിക്കും ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അങ്ങനെ അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന ഫുഡായിരുന്നേ. ഫുഡ് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്നുള്ളൂ കേട്ടോ. ഒരു 1 മണിയായപ്പോഴത്തേക്കൊക്കെ നമ്മൾ എഴുന്നേറ്റു. നമുക്ക് റെഡി ആവണം അമ്പലത്തേക്ക് പോകാനായിട്ട്. നമ്മൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ രാവിലെ 5:30 ആകുമ്പോൾ നട തുറക്കും കേട്ടോ പറഞ്ഞു. പക്ഷെ അതിന് മുന്നേ നല്ല ക്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. നല്ല തിരക്കായിരിക്കുമെന്നും. ഏറ്റവും പ്രധാനപ്പെട്ട സാധനം കയ്യിലെടുത്ത് പിടിച്ചു കേട്ടോ, മറന്നു പോകരുതല്ലോ. അങ്ങനെ ഒരു 2-2:30 ആയപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ. ആദ്യം തന്നെ നമ്മൾ പോയത് തലമുണ്ടനം ചെയ്യുന്നത് എവിടെയാണെന്ന് അന്വേഷിക്കാനായിരുന്നു കേട്ടോ. ആ പോകുന്ന 2 എണ്ണത്തിനെയും തലമുട്ടയടിക്കാനുള്ളതാണ്. പിള്ളേര് നല്ല ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടിയായിരുന്നു കേട്ടോ പൊക്കോണ്ടിരുന്നത്. റൂമിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിലേക്ക്. അപ്പം നമ്മൾ അവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ പോയത് തലമുണ്ടനം ചെയ്യുന്ന കേന്ദ്രത്തിലേക്കായിരുന്നു കേട്ടോ. അവിടെ ആണെങ്കിൽ അത്യാവശ്യം ആളുകൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ടോക്കണൊക്കെ എടുത്ത് നമ്മൾ ക്യൂ നിൽക്കണം. നിന്ന് വെയിറ്റ് ചെയ്യാതെ നമ്മൾ ഇരുന്ന് അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് ചെക്കൻ എൻ്റെ കൂടെ എൻ്റെ വീഡിയോ എടുക്കണതൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര ചിരിയും നാണമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാനും അവന് മത്സരിച്ച് എക്സ്പ്രഷൻ വാരി വിതറലായിരുന്നു കേട്ടോ. ഒരു 1.5 മണിക്കൂറോളം നമ്മളവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. നമുക്ക് പിന്നെ കുറേ നേരം കഴിയുമ്പോൾ ബോറടിക്കുമല്ലോ. പിന്നെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു രസമായിട്ട് അതങ്ങ് പൊക്കോളും എന്നുള്ളത് കൊണ്ട് ഞാനതങ്ങ് തുടർന്നു. കുട്ടിയും എൻ്റെ ഒപ്പം നല്ലപോലെ അങ്ങ് സഹകരിച്ചു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നേ. വന്നതും നിന്നതും മുട്ടയടിച്ചതും ഒക്കെ പെട്ടെന്നായിരുന്നു. പിന്നെ അവൻ മുട്ടയടിച്ചാണ് ഞാൻ കാണുന്നത്. അങ്ങനെ 2 മുട്ടകളുമായിട്ട് നമ്മൾ തലയിൽ ചന്ദനം തേക്കാനായിട്ട് പോവാം കേട്ടോ. മുട്ടയടിച്ച് കഴിഞ്ഞാൽ തലയിൽ ചന്ദനം തേച്ച് ഇങ്ങനെ കുറി തൊട്ട് നമ്മൾ കയറുമല്ലോ. അങ്ങനെയൊക്കെ അത് തേച്ച് കഴിഞ്ഞ് 2 ചുന്ദരന്മാരെ കാണാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇവനെ കാണുമ്പോൾ മറ്റേ യോധ സിനിമയിലെ റിംബോച്ചേനെ ഓർമ്മ വരും. അങ്ങനെ അവരുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കലായിരുന്നു കേട്ടോ പണി. നമ്മുടെ ഗേറ്റ് തുറക്കാൻ ഇനിയും ടൈം ഉള്ളതുകൊണ്ട് നമ്മളവിടെ കാത്തു നിൽക്കുമായിരുന്നേ. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മല കയറി ഭഗവാനെ കണ്ട് തൊഴുതിറങ്ങിയതിന് ശേഷമാണ്. എനിക്കത് ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു തരണം എന്നുണ്ട്. പക്ഷേ എനിക്കതെങ്ങനെ പറഞ്ഞു തരണം എന്നറിയില്ല. കാരണം നമ്മളിവിടെ കയറിയത് ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയായിരുന്നല്ലോ. ഏതാ നമ്മുടെ കയ്യിൽ രുദ്രാക്ഷം ഉണ്ടായിരുന്നു. ആ രുദ്രാക്ഷം പൂജിച്ചെടുക്കണമായിരുന്നു. അത് കിട്ടി ഗൈസ്.
അത് പൂജിച്ച് കിട്ടി. എനിക്കത് പറഞ്ഞു തരാൻ അറിയില്ല. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു സാധനം, അതും അങ്ങനത്തെ ഒരു രീതിയിലാണ് എനിക്കിത് കൈ കിട്ടിയത്. അത് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അത്രയും നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. എൻ്റെ കൂടെ ഉള്ളവരെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിച്ചു, അതുപോലെ എന്നെ ഭഗവാൻ കുറച്ച് സങ്കടപ്പെടുത്തി. പക്ഷേ എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു. ഈ ലൈഫിൽ വൺ ടൈം മാത്രമായിട്ട് കിട്ടുന്ന കുറച്ച് എക്സ്പീരിയൻസുകൾ ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒന്നായിരുന്നു കേട്ടോ. വിശ്വാസം ഇല്ലാത്തവർക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിരി വന്നേക്കാം. പിന്നെ ചിലർക്ക് ചിലപ്പോൾ ഇതൊന്നും കേട്ടാൽ അത്ര വലിയ സംഭവമായിട്ട് തോന്നുന്നുണ്ടാവില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ ദ ബെസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു. പടി ഇറങ്ങി തിരിച്ച് വന്നപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരുപാട് സന്തോഷിച്ച ആളാട്ടോ എൻ്റെ ചിന്നും. ഞാൻ വിഷമിച്ച പോലെ തന്നെ എൻ്റെ കൂടെ വിഷമിക്കുകയും ഞാൻ സന്തോഷിച്ചപ്പോൾ അതുപോലെ തന്നെ എൻ്റെ കൂടെ സന്തോഷിച്ചവളും ആട്ടോ. അങ്ങനെ ദർശനം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടോ. അവിടെ തന്നെ അടുത്തുള്ളൊരു കടയിലാണ് കയറിയത്. നമ്മുടെ നാട്ടിലെ മസാല ദോശയുടെ അത്ര വരില്ലെങ്കിലും എനിക്ക് നമ്മുടെ നാട്ടിലെ മസാല ദോശയായിട്ട് ഇഷ്ടപ്പെട്ടെ. കാരണം ഇതിനകത്ത് അവർ ഭയങ്കരമായിട്ട് മസാല, അതായത് വേറെ മസാല ഇട്ടിരിക്കുന്ന ഒരു മീറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു ആ ഒരു മസാലയ്ക്ക്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മളത് കഴിച്ചു. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് വിശന്നാൽ ഞാൻ തിന്നും. വിശപ്പിൻ്റെ മുന്നിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെടാത്ത ഭക്ഷണം എന്നൊന്നും ഇല്ലല്ലോ, എല്ലാം ഭക്ഷണം തന്നെയല്ലേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ നാട്ടിലേക്ക് പോവാട്ടോ. ഈ ഒരു യാത്രയിൽ എനിക്ക് എൻ്റെ ലൈഫിൽ തന്നെ ഒരുപാട് ഓർത്തിരിക്കാനുള്ള കുറേ നിമിഷങ്ങളുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കുളിര് കോരാൻ പറ്റിയ കുറേ സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ ഒട്ടും വിചാരിക്കാത്ത ഈ അൺഎക്സ്പെക്റ്റഡ് യാത്ര തീരുവാട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു വ്ലോഗ് എടുക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് പോകാൻ പറ്റുമെന്നോ വിചാരിച്ചതല്ല. അപ്പോൾ യാത്രകൾ ഇനിയും തുടരും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ എന്തായാലും കാണാം.